ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാരക്ക അച്ചാറാണ്. അപ്പോൾ നമ്മൾ കാരക്ക പറിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരെ വന്ന് പോയി കാണണേ. അപ്പോൾ നമുക്ക് അച്ചാർ ഇടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമേ കാരക്കയൊക്കെ നമുക്കൊന്ന് കഴുകിയെടുത്ത് ഇതുപോലെ കാരക്കയുടെ രണ്ട് സൈഡും ഒന്ന് വരിഞ്ഞെടുക്കണം. അപ്പോൾ വരിഞ്ഞെടുക്കുമ്പോൾ കാരക്കയുടെ ഉള്ളിലോട്ട് അരപ്പും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നതാണ്. കഴുകിയെടുത്ത കാരക്കയിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. കാരക്കൊന്ന് നികന്ന് വരുന്ന രീതിയിലൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് ഈ കാരയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ നമ്മുടെ കാരക്കയുടെ കറയൊക്കെ പോയി ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് കാരക്കയിൽ പിടിച്ച് വരുന്നതാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാരയ്ക്ക് നമ്മളൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാരയ്ക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇതൊന്ന് ചതച്ചെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് നമ്മളൊന്ന് ചതച്ചെടുത്ത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് അല്ലാത്ത കായമാണ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ കാശ്മീരി ചില്ലി ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് അച്ചാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ആ പൊടിയുടെ ഒരു മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒരു പച്ച മണമൊന്ന് മാറിയ ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കാരയ്ക്ക ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാരയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അരപ്പെല്ലാം നന്നായിട്ട് കാരയ്ക്കയിലൊന്ന് പിടിച്ച് വരുന്നതുവരെ ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് അരപ്പിൽ പിടിക്കാനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരയ്ക്കയിൽ അത്യാവശ്യം ഉപ്പുണ്ട്. നമ്മൾ കാരയ്ക്ക വേവിച്ചെടുത്തപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. അരപ്പിലും കൂടെ ഉപ്പൊന്ന് പിടിച്ച് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു എരിവും ഒരു മധുരവും കൂടെ ഒന്ന് കിട്ടുന്നതാണ്. ആ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അച്ചാർ നല്ലൊരു ടേസ്റ്റ്, ഒരു രുചി വരുന്നതാണ്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാരക്ക അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ.